പിന്നെ നമുക്ക് നോക്കാനുള്ളത് കംഫർട്ടാണ്. ഒരുപാട് കോംപ്രമൈസ് ഉണ്ട്. സീറ്റിനെ കുറിച്ച് ഒരുപാട് പേര് പോസിറ്റീവ് പറയുന്നത് ഞാൻ കേട്ടു. പക്ഷേ പേഴ്സണലി സീറ്റ് അത്രത്തോളം കംഫർട്ടബിളായി എനിക്ക് തോന്നിയില്ല. അതുപോലെ തന്നെ സസ്പെൻഷൻ നല്ല സ്റ്റിഫാണ്. സസ്പെൻഷനും സീറ്റും കൂടെ ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്ന പോലെയാണ്. അത്രയും ഹാർഡാണ് രണ്ടും. അപ്പോൾ നമ്മൾ ലോങ്ങൊക്കെ പോകുന്ന സമയത്ത് ഒരുമാതിരി ഗട്ട് റോഡും കൂടെ ആണെങ്കിൽ സസ്പെൻഷൻ്റെ ഭാഗത്തുനിന്ന് മോശം ഫീഡ്ബാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ടയർഡാവും. പിന്നെ ഇതിലെനിക്ക് സസ്പെൻഷൻ്റെ കൂടെ നെഗറ്റീവ് തോന്നിയ വേറെ 2 കാര്യങ്ങളാണ് ഈ ഒരു സാധനത്തിൻ്റെ പ്ലേസ്മെൻറ്റ്. നമ്മളൊരു പാനിക് സിറ്റുവേഷനിൽ ഹോൺ അടിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഞെക്കിയ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ആയിരിക്കും. ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ റോഡിൽ നിന്ന് കണ്ണ് മാറ്റി ഇങ്ങോട്ടേക്ക് നോക്കിയിട്ട് വേണം ഇൻഡിക്കേറ്റർ ഇടാൻ. അതുപോലെ തന്നെ നമ്മുടെ കൂളൻറ്റിൻ്റെ ടാങ്ക് അത് എഞ്ചിൻ്റെ അടിയിലാണ് കൊണ്ടുവച്ചേക്കുന്നത്. പൊതുവേ ഈ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അതിൻ്റെ കൂടെ ഈ ക്യാന് കൊണ്ട് അടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടി തട്ടുന്ന സമയത്ത് അതിനടി കിട്ടും. അപ്പോൾ അത് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഗാർഡ് പ്ലാസ്റ്റിക്കാണ്. നമ്മൾ ആ പ്ലാസ്റ്റിക് ഗാർഡ് മാറ്റിയിട്ട് മെറ്റലിൻ്റെ ഗാർഡ് എന്തായാലും ഇടണം. അല്ലെങ്കിൽ അടി കെട്ടിക്കഴിഞ്ഞാൽ രണ്ടും പൊട്ടിക്കഴിഞ്ഞാൽ ഷോറൂമിൽ കൊണ്ടുപോയി അവിടെ ഒരുപാട് നാൾ വെക്കേണ്ടി വരും. കാരണം പുതിയ വണ്ടി ആയതുകൊണ്ട് പാർട്സൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ.